നമുക്കൊരു നോമ്പ് തുറ തരിക്കഞ്ഞി ഉണ്ടാക്കാം. അതിനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് നെയ്യ് ഒഴിച്ച് 2 സ്പൂണ് സേമിയമിട്ട് മൂപ്പിക്കുക. ഒരു പകുതി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 4 സ്പൂണ് റവ ഇട്ട് കൊടുക്കാം. റവയിട്ട് നല്ലതുപോലെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് ഇതിലേക്ക് പാല്, വേണ്ട പാല് 1 ലിറ്റർ പാലാണ്. ആദ്യം 3/4 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. ബാക്കി അത് കഴിഞ്ഞിട്ട് ഒഴിക്കാം. 3/4 ലിറ്റർ പാലൊഴിച്ച് നല്ലതുപോലെ ഇളക്കുക. വെന്ത് കുറുകി വരട്ടെ. അന്നേരം 2 സ്പൂണ് ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. 3 കൂടി ഒന്ന് വെന്ത് വരട്ടെ. നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ബാക്കിയിരിക്കുന്ന പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ഇളക്കി യോജിപ്പിക്കുക. അതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ട് ഇളക്കി കുറുകി വന്നിട്ടുണ്ട്. അധികം കട്ടയായി പോകാൻ പാടില്ല. മധുരം ബാലൻസ് ആവാൻ വേണ്ടി ഇച്ചിരി 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. ചെറിയൊരു കട്ടിക്ക് ഓഫ് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. ഈ പരുവം മതി. കറക്റ്റ് പരുവം. ഒന്നോട് വറ്റും. അന്നേരം അതിലോട്ട് ഒഴിക്കാൻ നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. അന്നേരം കൊച്ചുള്ളി അരിഞ്ഞത് പൊടിയിട്ട് വഴറ്റിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. കൊച്ചുള്ളി മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഒഴിച്ച് ഇറക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെല്ലാം പറയണം. എഡിറ്റിങ്ങൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മയെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.